നമുക്ക് നല്ലൊരു ഡ്രം സ്റ്റിക്ക് സൂപ്പ് ഉണ്ടാക്കിയാലോ മുരിങ്ങാക്കോൽ കൊണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് മീഡിയം സൈസ് തക്കാളി വേണം, ഒരു മീഡിയം സൈസ് സവാള വേണം കേട്ടോ. ചെറുതായിട്ടൊന്നും അരിയണ്ട. പിന്നെ 4 മുരിങ്ങാക്കോൽ ചെറുതായിട്ട് കണ്ടിച്ചതും, കറിവേപ്പിലയും, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു 2 പച്ചമുളകും, 3/4 കപ്പോളം വെള്ളവും ചേർത്ത് നമുക്ക് 3 പിസിലടിച്ച് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. വെന്തതിന് ശേഷം ഈ കഷ്ണങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളവും എടുത്ത് മിക്സി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. അരച്ചെടുത്തിട്ട് നമുക്ക് അരിപ്പ വെച്ച് നന്നായിട്ടത് പിഴിഞ്ഞെടുക്കണം. മാക്സിമം നമ്മുടെ കൈകൊണ്ട് അരിപ്പയിലേക്ക് പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് എടുക്കണം അതിൻ്റെ ജ്യൂസെല്ലാം. അതിൻ്റെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നീട് ഒരു പാൻ എടുത്ത് 1/4 ടീസ്പൂണോളം നെയ്യിട്ട് നമുക്ക് വെളുത്തുള്ളി 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കണ്ടിച്ചതും, ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു പിടുത്തം മുരിങ്ങയിലയും ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒത്തിരി വഴരണ്ട, ഒരു പച്ചമണം മാറണം. പിന്നീട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് പച്ചമണം മാറിക്കഴിഞ്ഞാൽ ആ കുരുമുളകിൻ്റെയും പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡ്രം സ്റ്റിക്ക് സൂപ്പിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നീട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം 2 മിനിറ്റ് നേരം. എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. പ്രഷറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഷുഗറുകാർക്കും ഒക്കെ നല്ലത്. നിങ്ങൾക്ക് അറിയാമല്ലോ മുരിങ്ങയിലയുടെ ഗുണങ്ങളും എല്ലാം. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക, ഞങ്ങളെ കമൻറ്റ് അറിയിക്കുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.